8 വർഷം കഴിഞ്ഞപ്പോൾ മകനുണ്ടായി അല്ലേ? അതെ. അതോടെ ജീവിതം കുറച്ചുകൂടെ സന്തോഷഭരിതമായി. സന്തോഷഭരിതമാണ്. എന്നാൽ പോലും ഇപ്പൊ കൊച്ചുണ്ടായ ഒരു സമയത്താണെങ്കിൽ പോലും കുഞ്ഞിനെ നമുക്ക് 8ാമത്തെ മാസത്തില. കാരണം ഈ IUI ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഫുള്ള് റെസ്റ്റാണ്, നമുക്ക് അനങ്ങാനേ പറ്റില്ല. ഇപ്പം എൻ്റെ ഓൾറെഡി തൈറോയിഡക്ടമി സർജറി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ആയതുള്ള രണ്ടിൻ്റെയും കൂടെ ആ ഒരു ആരോഗ്യാവസ്ഥയിലാണ് ഞാൻ അപ്പോൾ ഉള്ളത്. അപ്പൊ തീർത്തും നമ്മൾ റെസ്റ്റ് ആയിരുന്നു. അതിനുശേഷം 8ാമത്തെ മാസം ഒരു ദിവസം ഇതുപോലെ രാത്രി സമയമായപ്പോഴത്തേക്കും കുഞ്ഞിന് അനക്കം കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അപ്പൊ അന്നേ സമയത്ത് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ കണ്ടമാനം കൂടുതലായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടം പോലെ കരിക്ക് വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ട്. ഈ കരിക്കിന് ഫ്ലൂയിഡിനെ കൂട്ടാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയത്തില്ല. ഇത് ഹോസ്പിറ്റലുകാർ പറയുന്നതാണ്. എനിക്ക് അതിനെ കുറിച്ച് സാറേ സത്യമായിട്ടും ധാരണയില്ല. പക്ഷെ അവര് പറയുന്നത് ഫ്ലൂയിഡ് എനിക്ക് നല്ലോണം കൂടിപ്പോയെന്നാണ് ആണെന്നാണ് അവര് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ 8ാം മാസം കറക്റ്റ് എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്വിങ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണോ ഇരിക്കുക അത്രയും വയറായി. എന്നിട്ട് എനിക്ക് തീരെ നടക്കാനും പറ്റുന്നില്ല, കാല് ഫുള്ള് നീര് വെക്കുക, അങ്ങനെ വല്ലാത്തൊരവസ്ഥയായി 8ാം മാസത്തിൽ. ഇങ്ങനെ 8ാം മാസം ആയപ്പോഴത്തേക്കും അനക്കം തീർന്ന് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് രാത്രി അനക്കത്തിന്റെ ഒരു കുറവ് വന്ന് നോക്കി. അപ്പൊ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പൊ ചെറുതായിട്ട് മൂവ്മെന്റ് ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ രാവിലത്തേക്ക് നോക്കാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഒരു 9:59 ആയപ്പോഴത്തേക്ക് സിസേറിയൻ ചെയ്തിട്ട് ആളെ പുറത്തെടുക്കുകയായിരുന്നു. അപ്പൊ ആ ചെയ്യുന്ന സമയത്ത് കൊച്ചിന്റെ കൈയുടെ മുട്ടിങ്ങനെ ചങ്കിലേക്ക് കുഴിഞ്ഞിരുന്നിട്ട് ഇവിടെ അങ്ങ് വല്ലാതെ ഒന്ന് അമങ്ങിയിരിക്കുമായിരുന്നു. എന്നിട്ട് കുഞ്ഞിനങ്ങ് സീപ്പാപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞ് NICUവിനകത്ത്. അപ്പം നമുക്ക് കുഞ്ഞിനെ കാണാനുള്ള ഒരു അവസ്ഥയെ ഉണ്ടായില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ 8 വർഷം കൂടി ഇരുന്നിട്ട് തൊട്ടടുത്ത് വരുന്ന ആളുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടി കൊതിയോടെ നോക്കിയിരിക്കുക. ഇപ്പൊ ശരിക്കും അന്നേരം പ്രസവിച്ച സമയത്ത് പെൺകുട്ടി ഉണ്ടാവുമെന്ന് സാറേ പറഞ്ഞല്ലോ, ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴും മനസ്സിൽ എനിക്കൊരു ആൺകുട്ടീനെ ആയിരുന്നു ഇഷ്ടം. കാരണം കൃഷ്ണ ഭഗവാനോട് ഭയങ്കര ഒരു ഭക്തിയാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇത്. അപ്പൊ ഞാൻ ഉണ്ടാവുന്ന കുഞ്ഞാണാണെങ്കിൽ വിഷ്ണു എന്ന് ഞാൻ പേരിടുമെന്നാണ് മനസ്സിൽ വെക്കുന്നത്. അപ്പൊ ഇവര് നമ്മുടെ ഈ തിയേറ്ററിലും ഉണ്ട് കോമഡികരമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇവര് കുഞ്ഞിനെ എടുക്കുമ്പോൾ നമ്മൾ വലിയ ബോധത്തോടെ അല്ലെങ്കിൽ പോലും ഒരു ചെറിയത്. അപ്പൊ ഇവരെടുത്ത് നോക്കിയിട്ട് മറ്റേ അമരേന്ദ്ര ബാഹുബലി എന്ന് മറ്റേ സിനിമ പറയുന്ന പോലെ കൊച്ചിനെ എടുത്ത് നോക്കിയിട്ടൊരു ഡയലോഗ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ നമ്മളത് അങ്ങനെയാ പറഞ്ഞേ, അമരേന്ദ്ര ബാഹുബലിക്ക് ഈ ജയെന്ന് പറഞ്ഞിട്ട് എടുത്ത് പൊക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ഗേളല്ല ആണെങ്കിൽ ഒരിക്കലും ബാഹുബലി എന്നുള്ള രീതിയിൽ പൊക്കില്ല. അപ്പൊ തന്നെ അവിടുത്തെ ആ ഒരു അവസ്ഥ തന്നെ ഞാൻ ഹാപ്പിയായി. ബോയി പെൺകുട്ടിയാവും പറഞ്ഞല്ലോ, അന്ന് കൃഷ്ണകൃപ. എന്തായാലും കൃഷ്ണ വിട്ടൊരു കളിയില്ല. ഇല്ല, കൃഷ്ണകൃപ കൊണ്ട് കിട്ടിയ കുട്ടി കൃഷ്ണകൃപ. അപ്പൊ ഞാൻ എന്നാലും ഇവരെല്ലാരും പെണ്ണെന്ന് ഉറപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ അതിയായിട്ട് നമ്മളൊരു ആഗ്രഹം, നമ്മൾ എന്താ പറയാ, നമ്മൾ ആഗ്രഹിച്ചാൽ അത് കിട്ടുമെന്ന് പറയുന്ന പോലെ ഞാൻ എന്തായാലും ആൺകുട്ടീനെ വിട്ടൊരു കളിയില്ല. ആ ഒരു സമയം തൊട്ട് ലാസ്റ്റ് വരെ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഭഗവാൻ എനിക്കൊരു ആൺകുട്ടീനെ തന്നെ അവന്റെ അച്ഛനെ പോലെ മിടുക്കനായിട്ടുള്ള ഒരാളെ തന്നെ കിട്ടണേ എന്നുള്ളതായിരുന്നു എൻ്റെ പ്രാർത്ഥന. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് കിട്ടി. ഈ കുട്ടി ഇതിനകത്ത് ഇങ്ങനെ കിടന്നു. 7 ദിവസത്തോളം ഞാൻ കുഞ്ഞിനെ കാണുന്നത് ഇതിന്റെ പുറത്ത് ചെന്നിട്ടാ. ഈ ഫീഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം നമുക്ക് കിട്ടും. എന്നാൽ പോലും അവൻ അധികം അങ്ങനെ ഫീഡ് ചെയ്യുന്ന അവസ്ഥയിലും അല്ലായിരുന്നു, ഈ ശ്വാസമുട്ടലിന്റെ അസ്വസ്ഥത കൊണ്ട്. അങ്ങനെ 7 ദിവസം മുഴുവൻ അമ്മയും കുഞ്ഞും തമ്മി കാണാതെ ഞങ്ങൾ രണ്ട് ഇതിനകത്ത്, അതായത് 8 വർഷം കൂടി കിട്ടിയ ആള് അങ്ങനെ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വിടുന്ന കാര്യം ചോദിക്കുമ്പോൾ ഇവര് വിടുന്നില്ല. കാരണം ഇവൻ അത്രയും ശ്വാസപ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മുടെ റിസ്കിൽ നമ്മൾ കൊണ്ടുപോകും. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിനായിട്ട് അവിടെ കുറച്ച് ദിവസം അവിടെ കിടക്കുന്നുള്ള രീതിയായി. പക്ഷെ ആ ഒരു സമയമായപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ മേത്തുണ്ടായിരുന്ന സ്വർണം വരെയുള്ള മുഴുവൻ സാധനങ്ങളും വിറ്റിട്ടാണ് നമ്മൾ അവിടെ ആ ഒരു അത് പ്രൈവറ്റ് ഈ സെയിം പൈസ ഉള്ളതോടെ പോയി. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഉണ്ടായിരുന്ന ഫുള്ളും നമ്മൾ വിറ്റ് പിറകി. പിന്നെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത അവസ്ഥയായി അത്യാവശ്യം കഴുത്തിലൊരു മാലയും കുറച്ച് മോതിരങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ വിറ്റാണ് അവിടുന്ന് നമ്മൾ ഇറങ്ങിയത്. അപ്പൊ അങ്ങനെ ഇറങ്ങി നമ്മുടെ റിസ്കില് അവരോട് പറഞ്ഞു കൊച്ചിനെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി. പക്ഷെ ആ കൊണ്ടുപോയി ഒരു ഇത്ര ദിവസം, ഒരു 10 ദിവസം തികച്ചെടുത്തില്ല. അതിന് മുന്നേ തന്നെ പുള്ളിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് പിന്നെ നമ്മൾ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കേണ്ട വന്നു. ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ 6 വയസ്സ് വരെ ഉള്ള സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിനിടെ 3 പ്രാവശ്യം അഡ്മിഷൻ കഴിഞ്ഞു. ഇപ്പോഴും ഇങ്ങനെ ചെസ്റ്റ് ഇൻഫെക്ഷൻ. അപ്പൊ ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മൾ കുഞ്ഞിനെ കൊണ്ട കാണിക്കുമ്പോൾ കുഞ്ഞിന്റെ മൂക്കിനകത്ത് ദശ വളർന്നിട്ട് അതുപോലെ തന്നെ തൊണ്ടയ്ക്കകത്ത് അഡിനോയിഡിന്റെ പ്രശ്നം. അപ്പൊ അവൻ ഓക്സിജൻ പാസേജ് തീരെ ഇല്ലാണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വല്ലാതെ വാതുറന്നും കണ്ണും മിഴിച്ചൊക്കെ ശ്വാസം വിടുമായിരുന്നു. അപ്പൊ ENT ഡോക്ടർ ഇതുപോലെ പറഞ്ഞു ഈ അഡിനോയിഡക്ടമി ചെയ്യണം, അല്ലാതെ കൊച്ചിന് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഈ ഓഗസ്റ്റ് 12-ാം തീയതി ഓൾറെഡി അഡിനോയിഡ് എടുത്ത് കളഞ്ഞു. മൂക്കിലെ ദശയും കരിച്ചിട്ടിരിക്കും ആള്. അതോടെ നമ്മുടെ ഖജനാവ് കാലിയായിട്ടുണ്ട് നല്ല രീതിയിൽ.